ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലെസൺ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ലെസൺ ആയിട്ടുള്ള എന്താണ് നമ്മുടെ ലെസൻ്റെ പേര്? നമ്മളെല്ലാവരും സ്റ്റാർട്ട് ചെയ്തതായിരിക്കും സ്കൂളിൽ. അപ്പോൾ ലെസൻ്റെ പേര് എന്താണ്? ദ ലെറ്റർ ടു ഗോഡ്. എ ലെറ്റർ ടു ഗോഡ് ആണ് നമ്മുടെ ലെസൻ്റെ പേര്. ജെഎൽ ഫ്ലാൻഡസ് ആണ് ഇതിൻ്റെ ഓഥർ. ഓക്കെ, ലെറ്റർ ടു ഗോഡ്, ജെഎൽ ഫ്ലാൻഡസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ലെറ്റ് us first say faith can move mountains. But what should we put our faith in? This is a question this story dedicates possess. Lencho എന്ന് വിളിക്കാം, ലെങ്കോ എന്നും വിളിക്കാം. is a farmer who writes a letter to God when his crops are ruined. അപ്പോൾ കൃഷി നശിച്ചപ്പോൾ ലെഞ്ചോ എന്നൊരു ഫാർമർ ഗോഡിനൊരു കത്തയച്ചു. ആസ്കിങ് 100 pesos. 100 pesos എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കോയിനായിരിക്കും. അത് ആവശ്യപ്പെട്ടുകൊണ്ടൊരു കത്തെഴുതി. ഡസ് ലെഞ്ചോസ് ലെറ്റർ റീച്ചസ് ദ ഗോഡ്. ഗോഡിൻ്റെ അടുത്ത് ലെഞ്ചോൻ്റെ ലെറ്റർ എത്തിയോ? ഡസ് ഗോഡ് സെൻഡ് ഹിം മണി. ഗോഡ് ലെഞ്ചോക്ക് പൈസ അയച്ചു കൊടുത്തോ? Think what your answer these questions would be and guess how the story continued before you begin to read it. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമ്മുടെ ടെക്സ്റ്റ് എഴുതിയ ആൾ നമ്മളോട് ചോദിക്കുകയാണ്. എന്തായിരിക്കും ഈ കഥയിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കുക എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെസണിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിൽ ഈ സ്റ്റാമ്പ് നമ്മൾ ലെറ്റർ അയക്കുമ്പോൾ ഉള്ളൊരു കോപ്പിയാണ്. അതിൻ്റെ ഒരു ഫോർമാറ്റും കാര്യങ്ങളും ഒക്കെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് സ്റ്റോറിയിലോട്ട് കിടക്കാം. ദ ഹൗസ്, ദ ഓൺലി വൺ ഇൻ ദ എൻറ്റയർ വാലി, സാറ്റ് ഓൺ ദ ക്രസ്റ്റ് ഓഫ് എ ലോ ഹിൽ. ഫ്രം ദിസ് ഹൈറ്റ് one could see the rivers and the field of ripe corns dotted with flowers that always promised a good harvest. The only thing the earth needed was downpour or at least a shower. Throughout the morning, Lenjo, who knew his field intimately, had done nothing else but see the sky towards the northeast. Okay, അപ്പോൾ ലെഞ്ചോ എന്താണ്? ഒരു ഫാർമറാണ് who lived on the only house that was there on the top of a hill. ഒരു മലയുടെ പൊക്കത്തുള്ള ഒരു ഹൗസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. The hill was low heighted. ഹില്ലിന് അധികം പൊക്കമൊന്നും ഉണ്ടായിരുന്നില്ല. From there a river and a ready to harvest cornfield was visible. അവിടെ നിന്ന് നോക്കിയാൽ ഒരു റിവറും അതേപോലെ തന്നെ ഹാർവെസ്റ്റ് ചെയ്യാനായി നിൽക്കുന്ന ഒരു കോൺഫീൽഡും കാണാം. The field belonged to Lenjo. ആ ഫീൽഡ് ആരുടെയാണ്? ലെഞ്ചോൻ്റെയാണ്. ആൻഡ് ഹി ഹാഡ് ദ അറ്റ്മോസ്റ്റ് കോൺഫിഡൻസ് ദാറ്റ് ദ ഹാർവസ്റ്റ് വുഡ് റീപ്പ് ഗ്രേറ്റ് പ്രോഫിറ്റ്. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ലെഞ്ചോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫാർമറിന് നല്ല വിശ്വാസമുണ്ട്. കാരണം ഈ പ്രാവശ്യം വിളവെടുത്താൽ എനിക്ക് നല്ല പ്രോഫിറ്റ് തന്നെ കിട്ടും. ദ ഓൺലി തിങ് ദാറ്റ് ഹി വാസ് അവൈറ്റഡ് വാസ് ദ റെയിൻഫോൾ. അപ്പോൾ ഒരു മഴയാണ് ആക്ച്വലി അവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. In this hope, he spent the entire morning gazing at the sky in the northeast direction, where drizzle were expected to shower on his field. അപ്പോൾ എന്താണ്? ദ ഫീൽഡ് ബിലോങ് ടു ലെഞ്ചോ. ലെഞ്ചോയുടെ ഫീൽഡിൽ ആക്ച്വലി എന്താണ് ഇപ്പോൾ സംഭവം? ഹി അവൈറ്റഡ് ദ റെയിൻഫോൾ. മഴയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഹി സ്പെൻഡ് ദ എൻറ്റയർ മോർണിംഗ് ഗീസിങ് ഇൻ ദ സ്കൈ ഇൻ ദ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ ആകാശമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു, മഴയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. വാസ് എക്സ്പെക്റ്റഡ് ടു ഫ്രം വെയർ എ ഡ്രിസിൽ വാസ് എക്സ്പെക്റ്റഡ് ടു ഷവർ ഓൺ ഹിസ് ഫീൽഡ്. ആ ഒരു ഡയറക്ഷനിൽ നിന്നാണ് എപ്പോഴും മഴയൊക്കെ പെയ്യാറ്. അപ്പോൾ ആ ഡയറക്ഷനിൽ ഒരു മഴയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, നൗ we are really going to get some water, woman. The woman who was preparing supper replied, yes, God will. The older boys were working in the field, while the smaller ones were playing near the house until the woman called them to come for dinner. It's during the meal, just as Lenjo had predicted, a big drop of rain began to fall.
In the northeast, huge mountains of clouds began to see approaching. The air was fresh and sweet. The man went out for no reason that to have the pleasure of feeling that the rain on his body. And when he returns, he exclaimed, "These are in raindrops falling from the sky. They are the new coins. The big drop are 10-cent piece and the little ones are 5." ഓക്കെ, അപ്പം ഇയാൾ എന്ത് ചെയ്തു? നമ്മുടെ ലെഞ്ചു എന്ത് ചെയ്തു? ആകാശമൊക്കെ കണ്ടു, എന്തായാലും ഒരു കോൺഫിഡൻ്റ് ആണ്, നല്ലൊരു മഴ പെയ്യും. അപ്പോൾ കൂടെ നിന്ന് ഭാര്യ ലേഡി റിപ്ലൈ ചെയ്തു, യെസ്, എല്ലാം ദൈവം വിചാരിച്ച പോലെ തന്നെ നടക്കും, എന്തായാലും ഒരു മഴ പെയ്യും എന്ന് അവരും വിശ്വസിച്ചു. ഓൾഡർ ബോയ്സ് എന്തായിരുന്നു? മൂത്ത മക്കൾ എല്ലാവരും എന്ത് ചെയ്തു? ഫീൽഡിൽ വർക്ക് ചെയ്യായിരുന്നു. ചെറിയ പിള്ളേരെല്ലാവരും എന്ത് ചെയ്തു? കളിക്കുമായിരുന്നു. എന്നിട്ട് എന്താ, ലഞ്ചിൻ്റെ വൈഫ് വിളിക്കുന്നത് വരെ അവർ ആ ഫീൽഡിൽ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവർ ഡിന്നർ കഴിക്കാനായിട്ട് എല്ലാവരും വന്നു. അപ്പോൾ ലഞ്ച് പ്രൊഡക്റ്റ് ചെയ്തതുപോലെ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. എന്ത് ചെയ്തു? ലഞ്ച് പുറത്തിറങ്ങി ആ ഒരു എയറിൻ്റെ ഫ്രഷ്നെസ്സും സ്വീറ്റ്നെസ്സും ഒക്കെ ആസ്വദിച്ചു. ഒരു റീസണും ഇല്ലാണ്ട് മഴ വളരെ ഫീലോടുകൂടി ആസ്വദിച്ചു. അപ്പോൾ ലഞ്ചു പറഞ്ഞു, എന്ത് പറഞ്ഞു? ദീസ് ആർ ഇൻ റെയിൻ ഡ്രോപ്സ്. അത് റെയിൻ ഡ്രോപ്പുകളല്ല, ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴത്തുള്ളികളല്ല, പകരം അവ പുതിയ കോയിൻസാണ്. അതെന്തുകൊണ്ടായിരിക്കും? കാരണം ലഞ്ചോൻ്റെ കൃഷിക്ക് നല്ലോണം വെള്ളം കിട്ടിയാൽ മാത്രം പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, പ്രോഫിറ്റ് കിട്ടിയാലാണ് അവർക്ക് ജീവിക്കാൻ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആകാശത്തു നിന്ന് പെയ്യാൻ പോകുന്നത് മഴയല്ല, കോയിൻസാണ്. ബിഗ് ഡ്രോപ്സ് എന്താണ്? 10-cent പീസസും അതേപോലെ തന്നെ ലിറ്റിൽ വൺസ് 5 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. With a satisfied expression, he regarded the field of ripe corn with its flowers draped in a curtain of rain. But suddenly a strong wind began to blow along the rain. Very large hailstones began to fall. These truly did resemble the new silver coins. The boys, exposing themselves to the rain, ran out to collect the frozen pearls. ഓക്കെ, അപ്പോൾ എന്താണ്? ഇങ്ങനെ നമ്മുടെ വിത്ത് എ സാറ്റിസ്ഫൈഡ് എക്സ്പ്രഷൻ ഹി റിഗാർഡഡ് ദ ഫീൽഡ് ഓഫ് റൈപ്പൻ കോൺ വിത്ത് ഫ്ലവേഴ്സ്. എന്താണ്? ഇങ്ങനെ മഴ കൊണ്ട് ഇങ്ങനെ മൂടി കവർ ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ അവരുടെ ഫീൽഡ്. അപ്പോൾ തന്നെ എന്ത് ചെയ്തു? ഒരു നല്ല ശക്തിയേറിയ ഒരു കാറ്റും അതേപോലെ തന്നെ ആകാശത്തിൽ നിന്ന് ഹെയിൽ സ്റ്റോൺ, ആലിപ്പഴം വീഴാൻ തുടങ്ങി. എന്ത് ചെയ്തു? അപ്പോൾ മക്കൾ പറഞ്ഞു, യെസ്, ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കോയിൻസാണ് വീഴുന്നത് അല്ലേ? എന്ത് കോയിൻസാണ്? ഫ്രോസൺ പേൾസ് അല്ലേ? ആലിപ്പഴം അങ്ങനെയാണ് ഫ്രോസൺ പേൾസ് പോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ പിള്ളേരെന്ത് ചെയ്തു? പുറത്ത് പോയി അത് കളക്ട് ചെയ്ത് കളിക്കാൻ തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് വൺ. "It is really getting bad now," exclaimed the man. "I hope it passes quickly." It did not pass quickly. For an hour the hail rained on the house, the garden, the hillside, the cornfield, and the whole valley. The field was white, as if it covers with salt. അങ്ങനെ ഈ ഹെയിൽ സ്റ്റോൺ വീണ് എല്ലായിടത്തും വീണ്, ഗാർഡനിലും ഹിൽസൈഡിലും കോൺഫീൽഡിലും ഹോൾ വാലിയിൽ വരെ അത് വീണു. അപ്പോൾ ലഞ്ചു മനസ്സിൽ വിചാരിച്ചു, ഇതിപ്പോൾ തന്നെ ഒന്ന് നിന്നാൽ മതിയായിരുന്നു, ഈ ഹെയിൽ സ്റ്റോൺ വീഴ്ച ഒന്ന് നിന്നാൽ മതിയായിരുന്നു. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്തു, 1 മണിക്കൂർ വരെ അത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ പുറത്തിറങ്ങി ഫീൽഡ് മൊത്തം നോക്കിയപ്പോഴെന്താണ്? ഫീൽഡ് മൊത്തം വൈറ്റ് കളറായിട്ട് കിടക്കുന്നു. ഉപ്പിട്ട പോലെ, ഉപ്പ് വെച്ച് കവർ ചെയ്ത പോലെ ഫുൾ വൈറ്റിഷ് ആയിട്ട് കിടക്കുന്നു. ഓക്കെ, not a leaf remained on the tree. The corn was totally destroyed. The flowers were gone from the plant. Lenjo's soul was filled with sadness. When the storm had passed, he stood in the middle of the field and said to his son, "A plague of locusts would have left more than this."
Hail has left nothing. This year we will have no corn. That night was the sorrowful one. All our works for nothing. There is no one who can help us. We will all go hungry this year. ഓക്കെ, അപ്പം എന്താണ് പറഞ്ഞത്? അങ്ങനെ പുറത്തിറങ്ങി ഫീൽഡ് മൊത്തം നോക്കിയപ്പോൾ ഫീൽഡ് മൊത്തം ടോട്ടലി എന്ത് ചെയ്തിരിക്കുകയാണ്? ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഒരു ഫ്ലവറോ ഒന്നുപോലും, ഒരു ലീഫ് പോലും ബാക്കിയില്ലാണ്ട് മൊത്തം ഡിസ്ട്രോയിഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ലെഞ്ചോ ഇങ്ങനെ പറഞ്ഞൊരു ഇൻസെക്റ്റ്, ഇവിടെ ഒരു ഇൻസെക്റ്റിൻ്റെ പറയുന്നുണ്ട്, പ്ലെഗോ ഓഫ് ലോക്ടസ്. അതെന്താണ്? ഒരു ഇൻസെക്റ്റ് ഡിസ്ട്രോയ്, ഒരു ക്രോപ്പിനെ ഡിസ്ട്രോയ് ചെയ്യണേലും കൂടുതൽ നാശം വിധിച്ചത് ഇപ്പോഴായിരുന്നു. ഒരു സംഭവം പോലും ഇല്ലാണ്ടാക്കി കളഞ്ഞു. ഈ കൊല്ലം അപ്പം നമ്മളെന്താണ്? മൊത്തം പട്ടിണിയിലാണ്. ഓക്കെ, ഒരു കോൺ പോലും ഇല്ല. നമ്മുടെ എല്ലാ ജോലി എടുത്തതും എല്ലാം നമ്മളും കഷ്ടപ്പെട്ടതും ഇതിനു വേണ്ടിയായിരുന്നു. ഒന്നും ഇല്ലാണ്ടായി പോയി അല്ലേ? അതായിരുന്നു അവരുടെ ഏറ്റവും സോറോഫുൾ ആയിട്ടുള്ള കാര്യം, ഏറ്റവും വിഷമകരമായിട്ടുണ്ടായൊരു കാര്യം. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്കത് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ലെസൺ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ബട്ട് in the heart of all who lived with the solidarity house in the middle of the valley, there was a single hope: help from God. Okay, don't be so upset even though this seems like a total loss. Remember one: no one dies of hunger. That is what they said. No one dies of hunger. All through the night, Lencho thought only for his hope, the help of God, whose eyes, as he has been instructed, see everything, even what is deep in one's conscience. Lencho was an ox-often man, working like an animal in the field, but still he knew how to write. The following Saturday, at the daybreak, he began to write a letter which himself would carry to the town and place in the mail, and it was nothing less than a letter to the God. Okay. അപ്പോൾ എന്ത് ചെയ്തു? അവരുടെ എല്ലാം മനസ്സൊക്കെ തകർന്നിരിക്കുന്നു. പക്ഷെ അവരുടെ ഒരു മനസ്സിലൊരു ഹോപ്പ് എന്താണെന്ന് വെച്ചാൽ, ദൈവം, ഗോഡ് എല്ലാം ഇത് കാണുന്നുണ്ട്, ഗോഡ് എന്തായാലും അവർ സഹായിക്കാതിരിക്കത്തില്ല. അങ്ങനെ എന്ത് ചെയ്തു? ലെഞ്ചോ ഒരു സൺഡേ ഒരു ലെറ്റർ എഴുതി സ്വന്തമായിട്ട് കൊണ്ടുപോയി ടൗണിൽ കൊണ്ടുപോയിട്ട് മെയിൽ പോസ്റ്റ് ചെയ്തു. എന്തായിരുന്നു? ആർക്കായിരുന്നു ആ ലെറ്റർ? ലെറ്റർ ടു ദ ഗോഡ്. കൺസൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൾമനസ്സിൽ അല്ലെങ്കിൽ ഇന്നർ സെൻസ് നോക്കിയാൽ ഇവിടെ പറയുന്നുണ്ട്, ലെങ്കോ വാസ് ആൻ ഓക്സ് ഓഫ് എൻ മാൻ. ഓക്സ് ഓഫ് എൻ മാൻ എന്ന് പറഞ്ഞാൽ ചത്ത് പണിയെടുത്തിട്ടും, ഫീൽഡിൽ കിടന്ന് ചത്ത് പണിയെടുത്തിട്ടും അവർക്ക് എന്താ കിട്ടിയത്? ഒന്നും കിട്ടിയില്ല ആക്ച്വലി, അല്ലേ? അപ്പോൾ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. അതിനു വേണ്ടി എന്തായാലും ഒരു ഹെൽപ്പ് കൂടി ചെയ്യാതിരിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടൊരു ലെറ്റർ എഴുതിയതാണ് ലെഞ്ചോ. ഓക്കെ, God, he wrote, if you don't help me, my family and I will go hungry this year. I need 100 pesos in order to sow my field again and to live until the crop comes, because the hailstorm. ആ കാര്യം എന്താ നടന്നതെന്ന് അവിടെ എഴുതി വെച്ചു. He wrote to God on the envelope and put the letter inside, and still trouble went to the town. At the post office, he placed a stamp on the letter and dropped into the mail box. Okay, അപ്പോൾ ഗോഡ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, ഗോഡ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനും എൻ്റെ ഫാമിലിയും ഈ കൊല്ലം പട്ടിണിയിലായി പോകും. അതുകൊണ്ട് എനിക്ക് 100 പെസോസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ കറൻസി ഓഫ് സെവറൽ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് നമ്മുടെ ഗ്ലോസറിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്രോപ്പ് ഉണ്ടായി സോ ചെയ്തെടുക്കുന്ന വരേക്കും എനിക്ക് ഇത്രയും കാശ് വേണം. കാരണം ഇതാണ് സംഭവം, ഹെയർ സ്റ്റോം വന്ന് എൻ്റെ ഇത് മൊത്തം നശിപ്പിച്ച് കളഞ്ഞു. സോ എനിക്ക് ഇത്രയും പൈസ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ടു ഗോഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് മെയിൽ ബോക്സിൽ പോസ്റ്റ് ചെയ്തു. Okay, one of the employee who saw the postman
and also asked at the post office, went to his boss laughing early and showed him the letter to God. Never in his career as a postmaster he had known that address. The postmaster, a fat, amiable fellow, also broke out laughing, but almost immediately he returned seriously and tapping the letter on his desk commented, "What fate! I wished I had faith on the man who wrote this letter, starting up correspondence with God." ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ഈ അവിടെ ഉണ്ടായിരുന്ന ഒരു എംപ്ലോയി ഈ ലെറ്റർ കണ്ടിട്ട് അയാൾ ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഹെഡ് മാസ്റ്റർ, പോസ്റ്റ് മാസ്റ്റർ, ഹി ഹാഡ് നെവർ, ഇങ്ങനൊരു അഡ്രസ്സ് ഇല്ലെന്നൊക്കെ പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. ആംബിയൻ, ഫ്രണ്ട്ലി ആൻഡ് പ്ലസൻറ്റ്, അവരുടെ ഒരു പ്രകൃതമാണ് എങ്ങനെയായിരുന്നു വെച്ചത്. ദ പോസ്റ്റ് മാസ്റ്റർ എങ്ങനെയായിരുന്നു? ഫാറ്റ്, ആംബിയബിൾ ഫെല്ലോ, ഫ്രണ്ട്ലിയും പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ഓൾസോ ബ്രോക്ക് ഔട്ട് ഓഫ് ലാഫിങ്. പക്ഷെ പെട്ടെന്ന് അയാൾ ഭയങ്കര സീരിയസ് ആയിട്ട് ബെഞ്ചും ഒന്ന് ടാപ്പ് ചെയ്തു. എന്നിട്ട് എന്തൊരു വിധിയാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇയാൾ ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ, കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ബൈ എക്സ്ചേഞ്ച് ഓഫ് ലെറ്റർ വിത്ത് ഗോഡ് സ്റ്റാർട്ടിങ്. ഇങ്ങനെ വിധി വരാൻ മാത്രം ഇയാൾക്ക് എന്താണ് സംഭവിച്ചത്? ഹോ ദൈവമേ എന്ന് അയാൾ പറഞ്ഞു. സോ ഇൻ ഓർഡർ ടു നോട്ട് ടു ഷേക്ക് ദ റൈറ്റേഴ്സ് ഫെയ്ത്ത് ഇൻ God, the postmaster came up with an idea, answered the letter. But when he opened it, it wasn't evident to the answer he needs something more than goodwill, ink and paper. But he stuck into his resolution. He asked for the monies from his employees. He himself gave a part of his salary, and several friends of his were obliged to give something for the act of charity. അപ്പോൾ കുറേ പേരെ എല്ലാവരും കൂടി പോസ്റ്റ് മാസ്റ്ററിന് തോന്നി എന്തായാലും ഈ ലെറ്ററിന് റിപ്ലൈ കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ്, കുറച്ച് ഓഫീസേഴ്സും പോസ്റ്റ് മാസ്റ്ററിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് കുറച്ച് ചാരിറ്റിയൊക്കെ ചെയ്തിട്ട് കുറച്ച് പൈസയൊക്കെ കളക്ട് ചെയ്ത് വെച്ചു, സാലറി എന്നൊക്കെ ഉള്ള കുറച്ച് പൈസ. ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു gather 100 pesos, so he was able to send the farmer only a little more than half. He put the money in the envelope and addressed to Lenjo. അപ്പോൾ ഫുള്ളും കൊടുക്കാനൊന്നും പറ്റിയില്ല, പക്ഷെ മോർ ദാൻ ഹാഫ് കൊടുക്കാൻ സാധിച്ചു. അതെല്ലാം ആ ഒരു അഡ്രസ്സിലോട്ടിട്ടിട്ട് ലെഞ്ചോക്ക് സെൻഡ് ചെയ്തു. കണ്ടെയ്നിങ് എ ലെറ്റർ, സിംഗിൾ വേർഡ്സ്, ഒരു വേർഡ് മാത്രം, സിഗ്നേച്ചർ ഇട്ടിട്ട് ഒരു ഗോഡ് എന്ന് പറഞ്ഞ് മാത്രം എഴുതി കൊടുത്തു, അയച്ചു കൊടുത്തു. ഓക്കെ, ദ ഫോളോയിങ് സാറ്റർഡേ ലെഞ്ചോ കെയിം എ ബിറ്റ് earlier than as usual to ask if there were a letter to him. It was the postman himself handed the letter to himself. അപ്പോൾ ലെഞ്ചോ നേരത്തെ വന്നു ഒരു ലെറ്റർ കളക്ട് ചെയ്യാൻ. എനിക്ക് വല്ല ലെറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പോസ്റ്റ് മാസ്റ്റർ സ്വന്തം കയ്യാലെ ആ ലെറ്റർ കൊടുത്തു. എക്സ്പീരിയൻസിങ് ദ contempt of a man who has performed a good deed looking from his office. ഒരു സാറ്റിസ്ഫാക്ഷൻ, എന്തൊരു നല്ല കാര്യം ചെയ്ത പോലെ തോന്നി ആർക്ക്? പോസ്റ്റ് മാസ്റ്റർക്ക് തോന്നി. ലെഞ്ചോ ഷോഡ് നോട്ട് ദ സ്ലൈറ്റസ്റ്റ് സർപ്രൈസ് ഓൺ സീയിങ് ദ മണി. Such was his confidence, but he came to angry and he counted the money. God would not have made a mistake, nor he could have denied Lenjo what he had requested. ഓക്കെ, അപ്പോൾ ലെഞ്ചോ ഇത് കണ്ടപ്പോൾ കുറച്ച് കോൺഫിഡൻ്റ് ആയി. പക്ഷേ കൗണ്ട് ചെയ്ത് വന്നപ്പോൾ അത്രയും മണിയൊന്നും ഇല്ല. God could not have made a mistake, nor he could have denied Lenjo what he requested. അപ്പോൾ റിക്വസ്റ്റ് ചെയ്തത് തന്നില്ലയോ അതോ ഗോഡിന് മിസ്റ്റേക്ക് പറ്റിയോ? Immediately Lenjo went up to the window to ask a paper and ink. On the public writing table he started to write with much wrinkle of his brow, caused by the effort he had to make to express his idea. When he finished, he went to window to buy a stamp, which he licked and then affixed. അപ്പോൾ എന്ത് ചെയ്തു? ലെഞ്ചോ പബ്ലിക്
റൈറ്റിംഗ് ടേബിളിൽ ചെന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും ഒരു ലെറ്ററൊക്കെ എഴുതി അത് നാക്ക് കൊണ്ട് ഒട്ടിച്ചിട്ട് the envelope with a blow of his fist. The moment the letter fell into the mailbox, the postmaster went it and opened. It said, God, of the money that I had asked, only 70 pesos reached me. Send me the rest, since I need it very much. But don't send it to me through the mail, because the post office employees are a bunch of crooks. ലെഞ്ചോ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, പോസ്റ്റ് മാസ്റ്റർ എഴുതിയ ലെറ്റർ പെട്ടെന്ന് ആര് ചെന്ന് എടുത്തു, നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ. ലെഞ്ചോ എഴുതിയ ലെറ്റർ പെട്ടെന്ന് പോസ്റ്റ് മാസ്റ്റർ ചെന്ന് എടുത്തു. എന്തായിരിക്കും എഴുതിയെന്ന് നോക്കാൻ. അതിലെന്താണ് എഴുതിയിരുന്നത്? 70 പെസോസേ ഉള്ളൂ, ബാക്കി അയക്കണതിന് മുന്നേ ഡോണ്ട് സെൻഡ് ഇറ്റ് ത്രൂ മീ, മെയിൽ വഴി എനിക്ക് അയക്കണ്ട. കാരണം എന്താണ്, ഈ പോസ്റ്റ് ഓഫീസിലുള്ള എംപ്ലോയീസൊക്കെ ചിലപ്പോൾ എടുത്താലോ എന്ന് കരുതി അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ആക്ച്വലി അപ്പോൾ പോസ്റ്റ് മാസ്റ്റർക്ക് എത്ര വിഷമം ഉണ്ടായിട്ടുണ്ടാവും. കാരണം അവർ കളക്ട് ചെയ്ത്, എല്ലാവരും കൂടി കളക്ട് ചെയ്ത മണിയാണ് നമ്മുടെ ലഞ്ചൊക്കെ അയച്ചു കൊടുത്തത്. പക്ഷേ അയാൾ എന്താണ്, ഇവരെ സംശയിച്ചു അല്ലേ. അപ്പോൾ ഇതാണ് ഈ സ്റ്റോറിയിൽ കണ്ടൻറ്റ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എക്സാമിന് ചോദിക്കാൻ പറ്റിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബട്ട് താങ്ക് യു.